ഹലോ ഫ്രണ്ട്സ്, നമുക്ക് മാർച്ച് 3 ഫുൾ മൂണാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എനർജി അപ്ഡേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സെക്ഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്രാവശ്യം. എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു അവേക്കണിലേക്ക് അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ്റെ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ള DFസിനാണ് ഇപ്പം ഞാൻ പറയുന്ന എനർജി റെസനേറ്റ് ആവുക. അവർക്കൊരു ശക്തമായിട്ടുള്ള ഇമോഷണൽ ക്ലാരിറ്റി ലഭിക്കും ഈ ഒരു സമയത്ത്. ഇത് റിയൽ കണക്ഷൻ ആണോ എന്നൊരു ഡൗട്ട് ഉള്ളവരാണെങ്കിൽ അതിപ്പോൾ ക്ലിയർ ആകും. അതുപോലെ തന്നെ ഒരു ഓൾഡ് കാർമിക് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റിലീസ് ചെയ്യണം എന്നുള്ളൊരു തിരക്ക്, ഒരു അർജ് ഈ DFസിനുണ്ടാകും. അവരുടെ ഇൻഡ്യൂഷനൊക്കെ ഷാർപ്പായിട്ട് ഇപ്പോൾ വരും. അതുപോലെ തന്നെ DMനെ എനർജറ്റിക്കലി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഇമോഷൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് എനർജറ്റിക്കലി DMനെ കുറിച്ചിട്ട് ഈ DFസിന് കിട്ടും. അപ്പോൾ ഇവിടെ DFs കൂടുതലായിട്ട് ഒരു ഇന്നർ വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ഇന്നർ അലൈൻമെൻറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി ഒരു റണ്ണർ ചേസർ ഒരു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത്രയും കാലം കുറച്ച് ചേസിങ് എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സഡൻലി ആ ഒരു ചേസിങ് എനർജിയൊക്കെ ഒന്ന് കുറയും. പിന്നെ അവർ ഒരു ലെറ്റ് ഹിം ഗോ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരും. അതുപോലെ തന്നെ അവർക്ക് സെൽഫ് റെസ്പെക്റ്റൊക്കെ വന്ന് കൂടാനും അവർക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഈ സമയത്ത് അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ അവർ പലതരത്തിലുള്ള ഡ്രീംസുകളും കാര്യങ്ങളും ഡീപ്പായിട്ടുള്ളത് കാണുന്നുണ്ടായിരിക്കും. ഇമോഷൻസിനെയൊക്കെ ധാരാളം അവർക്ക് കരഞ്ഞുകൊണ്ട് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നല്ല രീതിയിൽ കരച്ചിലുണ്ടായിരിക്കും, പേടിക്കേണ്ട. ഒരു ഹീലിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഫുൾ മൂണ് ഈ ഒരു റണ്ണർ ചേസർ ഒരു ഡൈനാമിക്കിലുള്ള DFസിലാണെങ്കിൽ അവർക്ക് ഡിറ്റാച്ച്മെൻ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പവറാണ് അവർക്ക് ഈ ഒരു ഫുൾ മൂണിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവാണ് അവർക്ക് ഈ ഒരു ഫുൾ മൂണിൻ്റെ സമയത്ത് കിട്ടുക കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഇപ്പോൾ കുറച്ച് സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന DFs ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ഹെവി ആയിട്ടുള്ളൊരു ഇമോഷണൽ പർച്ചിങ് നടക്കുന്നൊരു സമയമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു മാർച്ച് 1 മുതൽ ഈ ഒരു വീക്ക് മുഴുവനായിട്ട്. അപ്പോൾ സഡനായിട്ട് പല മെമ്മറീസ് വരാം. അതുപോലെ തന്നെ DMുമായിട്ടുള്ള പല ചാറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയുക, രണ്ടാമതൊന്ന് DMൻ്റെ ഫോട്ടോസ് എടുത്ത് നോക്കാനോ, അല്ലെങ്കിൽ ഒന്ന് ഈ ചാറ്റുകളൊക്കെ ഒന്ന് രണ്ടാമതൊന്ന് പോയിട്ട് എടുത്ത് വായിച്ച് നോക്കാനോ ഒക്കെ ഉള്ളൊരു മാതിരി ടെൻഡൻസിയിലായിരിക്കും അവരിപ്പോൾ ഉണ്ടാവുക. പക്ഷേ കുഴപ്പമില്ല, അതിനോടൊപ്പം തന്നെ സെയിം ആയിട്ട് അവർക്ക് ആ ഒരു ഇന്നർ സ്ട്രെങ്ത്തും യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും DFs ഏതെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലോ കാര്യങ്ങളിലോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു ക്ലിയർ ആകാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജിലുള്ള DFs ആണെങ്കിൽ ശ്രദ്ധിക്കുക, അവരുടെ കാർമിക് സൈക്കിളൊക്കെ ക്ലോസിങ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇമോഷണലി നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഇന്നർ വർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്തിന് അതിജീവിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ യൂണിയൻ സ്റ്റേജിന് തൊട്ട് മുന്നുള്ള നമുക്ക് വേണമെങ്കിൽ ഒരു യൂണിയനിലുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന DF എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പ്രീ യൂണിയൻ സ്റ്റേജ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന DFസിനാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു സമാധാനവും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസും ഈ സമയത്ത് ലഭിക്കും. അവർക്ക് അവരുടെ ബോഡിയിലൊക്കെ ഒരു ഗ്ലോ അപ്പ് അവർക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ, വിസിബിളായിട്ട് കാണും. ഫൈനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എങ്ങനെ ഒരു സ്റ്റെബിലിറ്റി വരുത്താം എന്നുള്ള ചിന്തകളിലേക്കായിരിക്കും അവരുടെ ഈ സമയത്തുള്ളൊരു ഫോക്കസിങ്. അതുപോലെ തന്നെ അവർക്ക് വളരെ മനസ്സിൽ അടിയുറച്ച വിശ്വാസമുണ്ട് DM എന്താണെങ്കിലും തിരിച്ചു വരുമെന്നുള്ളത്. അപ്പോൾ അത് അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ സോൾ അവരോട് പറയുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു യൂണിയൻ എനർജി നാച്ചുറലായിട്ട് മാഗ്നറ്റിക്കായിട്ട് ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ DMനെ ചേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോവാതിരിക്കുക, എല്ലാവരും സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക. ഇനി ഡിവൈൻ ഫെമിനൈൻ്റെ ഫിസിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഹാർട്ട് ചക്രയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള പ്രഷർ അല്ലെങ്കിൽ ഹെവിനെസ്,
ഒക്കെ തോന്നുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഹാർട്ട് ബീറ്റ് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് പോലെ തോന്നുക. അപ്പോൾ അതൊക്കെ ഒരു ഹാർട്ട് ചക്രയുടെ ഒരു ആക്ടിവേഷനാണ്. അതായത് ഒരു റീസണും ഇല്ലെങ്കിലും പലർക്കും ഒരു ക്രൈയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇമോഷണലി ക്രൈയിങ് ആയിട്ട് അവർ ഒരു റീസണും ഇല്ലാതെ കരയുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തേർഡ് ഐയുടെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട് ഈ സമയത്ത്. ആ നെറ്റീൻ്റെ ഭാഗത്തായിട്ട് ഒരു ടിങ്ക്ലിങ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ അല്ലാത്ത എന്തെങ്കിലും തരത്തിലുള്ള, അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാകാത്ത രീതിയിലുള്ള ഡ്രീംസുകൾ കാണാം. അതുപോലെ തന്നെ ഒരു പുലർച്ചെ സമയത്ത് 2 മണി അല്ലെങ്കിൽ ഒരു 3 മണി സമയമൊക്കെ ഉണ്ടല്ലോ, 3:30 സമയം, 2:30 സമയം, ആ ഒരു സമയങ്ങളിലായിട്ടുള്ള ഒരു എഴുന്നേൽക്കലുകൾ ഈ സമയത്ത് കാണുന്നുണ്ട്. സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ട് DFസിന്. അത് DMനെ കുറിച്ചുള്ള ഡ്രീംസ് കാണുന്നുണ്ട്. പാസ്റ്റിലെ മെമ്മറീസ്, പാസ്റ്റ് ലൈഫിലെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ DFസിന്. പിന്നെ എന്താണ് പറയുക, സഡൻ ആയിട്ടുള്ള മൂഡ് സ്വിങ്സ്, അതുപോലെ തന്നെ നമുക്ക് ബോഡിയുടെ ഹീറ്റ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ നോൺ വെജ് ഫുഡൊക്കെ കഴിച്ചിരുന്നവരാണെങ്കിൽ പെട്ടെന്ന് അതിനോടൊരു വിരക്തി അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് കേട്ടോ ചിലർക്ക്. നമുക്ക് ഡിവൈൻ മാസ്കുലൈൻസിൻ്റെ എനർജി അപ്ഗ്രഡേഷൻ നോക്കാം ഫുൾ മൂണിൻ്റെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അവേക്കണിങ് സ്റ്റേജിലേക്ക് വന്നിട്ടുള്ള DFസിൻ്റെ ആ ഒരു DMs ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിലൊരു മാനസിക ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ DFസിനെ കുറിച്ചുള്ള നൊസ്റ്റാൾജിയൊക്കെ അവർക്ക് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നൊരു സമയമാണ് സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ഡ്രീംസും കാണുന്നുണ്ട് ആ DFസിനെ കുറിച്ചിട്ട്. അവർ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചെറുതായിട്ട് റിയലൈസേഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് അവർ ആ ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സിലാണ്. എന്നാലും എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവർ ഈ ഒരു കണക്ഷനെ കുറിച്ച് റിയലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു റണ്ണർ സ്റ്റേജിലുള്ള DMസിനൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് വളരെയധികം ഗിൽറ്റ്, അതുപോലെ തന്നെ റിഗ്രറ്റ്, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അവരുടെ ഒരു ഈഗോ പൊളിഞ്ഞ് വീഴുന്നത് പോലെ, അല്ലെങ്കിൽ ഈഗോ തകർന്നത് പോലെയൊക്കെ അവർക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമാണ്, അതിനൊരു തുടക്കം എന്ന് നമുക്ക് പറയാം, തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സൈലൻ്റായിട്ട് ഉള്ള ഒരു ഒബ്സർവേഷൻ മൂഡിലാണ് അവർ DFസിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ DFസിൻ്റെ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവരൊരു സ്റ്റോക്കിംഗ് എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു റണ്ണർ ആയിട്ടുള്ളൊരു DMനെ ഈ ഒരു ഫുൾ മൂണ് കുറച്ച് അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ട്രൂത്ത് എന്താണെന്നുള്ളതിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാനും അതിനെക്കുറിച്ച് അവരെ ചിന്തിപ്പിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്തത് ഡീപ്പ് സെപ്പറേഷൻ ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോയിട്ടുള്ള DMs ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഒരുപാട് വർക്കിൽ ഫോക്കസ്ഡ് ആയിരുന്നു ഇത്രയും കാലം. പക്ഷേ എന്നാൽ ഇപ്പോൾ അവർക്ക് ആ വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ അവർ മാനസികമായിട്ട് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. അവർക്കൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഹാർട്ട് ചക്ര ആക്ടിവേഷൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷനായിട്ടുള്ള DFസിനെ എന്താ പറയുക, റീച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു തിരക്ക് അവർക്കുണ്ട്. ബട്ട് ഇപ്പോഴും അവരുടെ ഫിയർ അവർ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് അവരെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ DMസിൻ്റെ ഹാർട്ട് ചക്ര അവേക്കണിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെയിനും ഇമോഷനൊക്കെയാണ് വരുന്നുണ്ടായിരിക്കുക. യൂണിയന് തൊട്ട് മുന്നെത്തി നിൽക്കുന്ന DMs അവരുടെ കേസ് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനുള്ള നല്ല രീതിയിലൊരു പ്ലാനിങ്ങിലാണ് അവരിപ്പോൾ. അതുപോലെ തന്നെ ഒരു അപ്പോളജി, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കഥ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അപ്പോളജി മൂഡിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രസൻറ്റ് ചെയ്യണം എന്നൊരു തിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇനിയും ഇമ്പ്രൂവ് ആവണം, അതിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു DMs നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ DMs വളരെയധികം പ്രാക്ടിക്കലായിട്ട് സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് 3Dയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ DFസിന് ഈ DMസിൻ്റെ എനർജി പിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ സമയത്ത് തിരിച്ചങ്ങോട്ട് പോയിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. അത് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഡിവൈൻ മസ്കുലൈൻ്റെ ഫിസിക്കൽ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ ചെസ്റ്റിന് ഒരു ടൈറ്റ്നസ് പോലെ, അല്ലെങ്കിൽ ഒരു ഹെവിനെസ് പോലെ, അവർക്കൊരു ഡീപ്പായിട്ടുള്ള എന്താ പറയുക,
ഒരു അസ്വസ്ഥത പോലെ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട് റിപ്പീറ്റഡ്ലി. അതുപോലെ തന്നെ അവർക്ക് തലവേദന അങ്ങനെയുള്ള സംഭവം അതെന്താണെന്ന് വെച്ചാൽ അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ സൈലൻസ് മോഡിലാണല്ലോ. അപ്പോൾ ചിലവർക്കൊക്കെ ഒരുപാട് ഹെഡേക്ക് പോലെ ഹെഡിൻ്റെ അവിടെ ഒരു പ്രഷർ പോലെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു സോളാർ പ്ലക്സ് ചക്രയുടെ ഒരു ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആങ്സൈറ്റി ഇഷ്യൂവും ഈ സമയത്ത് ഉണ്ടാവും അവർക്ക് കേട്ടോ. അവരുടെ എനർജി ഭയങ്കര ഡ്രെയിൻ ആവുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും കൂടുതലായിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ഉള്ള ആളുകളുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്നൊരു വിഡ്രോവൽ എടുക്കണമെന്ന് സ്വന്തമായിട്ട് അവർ ചിന്തിക്കുകയും സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ബാക്കായിട്ട് നിൽക്കുകയും ചെയ്യുന്നൊരു സമയമായിരിക്കും കേട്ടോ. ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു സിങ്ക്രോണിസിറ്റീസ് പറയുകയാണെങ്കിൽ DFനെയും DMനെയും സംബന്ധിച്ച് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് 369, അതുപോലെ തന്നെ 936, 396 ഈ ഒരു പാറ്റേൺ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ 222, 1111 കാണുന്നുണ്ടായിരിക്കും. 333, 444 അങ്ങനെയുള്ള അങ്ങനത്തെ ടൈമിങ്ങും കാണുന്നുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ബട്ടർഫ്ലൈസിനെയും ഫെതേഴ്സിനെയും കാണുന്നുണ്ടായിരിക്കും, വൈറ്റ് ഫെതേഴ്സ് കേട്ടോ. രണ്ടുപേർക്കാണെങ്കിലും പെട്ടെന്നൊന്നൊരു പ്രൊഫൈൽ രണ്ടുപേരുടെ മുന്നിലും, ഇപ്പോൾ DMനാണെങ്കിലും DFൻ്റെ പ്രൊഫൈലൊന്ന് പോപ്പപ്പ് ആയിട്ട് വരിക, ആ ഓൾഡ് ചാറ്റ്സ് അല്ലെങ്കിൽ ഓൾഡ് മെമ്മറീസൊക്കെ ഒന്ന് പെട്ടെന്ന് അറിയാതെ ആക്സിഡൻ്റലി അതൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് കണ്ണിൻ്റെ മുന്നിൽ വരിക. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ, ഇപ്പോൾ ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ മുന്നിൽ കൂടെ ഇത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അതിങ്ങനെ ഓപ്പണായിട്ട് വരുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ സമയത്ത് യൂണിയൻ സ്റ്റേജിലൊക്കെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ DMs അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള സ്റ്റാറ്റസുകളോ അല്ലെങ്കിൽ സോഷ്യൽ ബന്ധപ്പെട്ട സ്റ്റോറീസൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതിൽ അവർ ഇതിൻ്റെ ഹിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോങ്സ് എടുക്കാം. അവർ ഇത്രയും കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റോറി ബേസ്ഡ് ആകുമ്പോൾ ഇപ്പോൾ ചന്ദ്രചൂട് അങ്ങനെ ശിവപാർവതി സങ്കല്പത്തിൻ്റെ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ DFൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ, എല്ലാവർക്കും ഇതുപോലെ തന്നെ ആവണമെന്നില്ല, പക്ഷേ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എക്സ്ട്രീം ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള പെയിനോ അങ്ങനെ പാനിക് അറ്റാക്സ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫുൾ മൂൺ എനർജീസ് ഉള്ളത്. അപ്പോൾ റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കാം കേട്ടോ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.